നഗരമധ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിലും കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന കുറെ കുടുംബങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ കവല. കോട്ടയം കോടിമത അറക്കൽച്ചിറ നിവാസികളാണ് തലമുറകളായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇന്ന് നമ്മൾ കവലയിൽ ചർച്ച ചെയ്യുന്നത് ഒരു നാടിൻ്റെ കുടിവെള്ള പ്രശ്നമാണ്. കോട്ടയം നഗരമധ്യത്തിലുള്ള അറക്കൽച്ചിറ എന്ന പ്രദേശത്ത് വർഷങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇതേ തുടർന്ന് വലിയ ദുരിതമാണ് ഇവിടെയുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്ക് കാണാം, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്, ചതുപ്പും അതുപോലെ തന്നെയുള്ള ഒരു സ്ഥലമാണിത്. പക്ഷേ വെള്ളം ലഭിക്കുന്നതിന് വലിയ തടസ്സമാണ് ഇവർക്ക് ഉള്ളത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന്, അതായത് നഗരസഭയടക്കമുള്ളവർ സമീപത്ത് കുടിവെള്ളം എത്തിക്കുമെന്ന് മുൻകാലങ്ങളിൽ വാഗ്ദാനം നൽകിയെങ്കിലും ഇതുവരെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വലിയ ദുരിതമാണ് ഈ പ്രദേശവാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. വലിയ തോതിൽ വില കൊടുത്തും മറ്റുമാണ് ഇവർ കുടിവെള്ളം വാങ്ങുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ഇതിൻ്റെ ചില പ്രതികരണങ്ങൾ ചോദിക്കാം. ചേട്ടാ, എത്ര വർഷമായി ഇവിടെ വെള്ളമില്ലാതായിട്ട്? നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇതുവരെ നമുക്ക് കുടിവെള്ളം ഇവിടെ എത്തിയിട്ടില്ല. നേരത്തെ റോഡും ഇല്ലായിരുന്നു. റോഡില്ലാത്ത സമയത്ത് നമ്മൾ തലച്ചുമടായിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വന്നിരുന്നത്. ഇപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അധികൃതരോട് പറഞ്ഞിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പോഴും നമ്മൾ ഈ പാലത്തിനക്കരെയുള്ള പൈപ്പിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ ഇപ്പം റോഡായതുകൊണ്ട് പിന്നെ വാഹനത്തിൽ കൊണ്ടുവന്ന് അത് നമ്മൾ ചോദിക്കുന്ന സമയത്തൊന്നും കിട്ടത്തില്ല. അവരുടെ സൗകര്യത്തിന് കൊണ്ടുവരും. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവരുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് വെള്ളമുണ്ടെങ്കിലും പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വെള്ളം ഇല്ല. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് വെള്ളം ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ നമുക്ക് പിന്നെ കുറേ പേരും ഇവിടെ വിലച്ച് മേടിക്കുക. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ഒരുപാട് നമുക്ക് ആറ്റുവെള്ളം ഉപയോഗിച്ചാൽ ഉള്ളൂ. നമുക്ക് നല്ല വെള്ളം പൈസ കൊണ്ട് മേടിച്ചാൽ എല്ലാത്തിനും പറ്റത്തില്ല നമുക്ക്. അപ്പം അതല്ലേ നമ്മൾ ആറ്റുവെള്ളം ഉപയോഗിക്കുന്നത്. അത് ആറ്റുവെള്ളം അപ്പടി വേസ്റ്റൊക്കെ ഇങ്ങനെയുള്ള വെള്ളമൊക്കെയാണ്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഈ ചേച്ചി, മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇലക്ഷൻ ആകുമ്പോൾ രാഷ്ട്രീയക്കാർ വരാറുണ്ട്. ഇവരൊക്കെ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനം? എല്ലാവരും വരും, തരാം, എല്ലാവരും പറഞ്ഞിട്ടൊക്കെ പോകുന്നല്ലാതെ പിന്നെ ആരും കാണാറില്ല. വീട്ടിലെ കാര്യം ആറ്റിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് അലക്കാനും പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കും. പിന്നെ കുടിവെള്ളം വില കൊടുത്ത് മേടിക്കും. ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് അങ്ങ് ആതിര ബാറിൻ്റെ പുറകിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ട് വിടുന്നത്. ഒരു കുടം വെള്ളമായിട്ട് വെള്ളപ്പൊക്കം ആണെങ്കിലും ആ വെള്ളം ചുമന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ചേച്ചി, നിങ്ങൾ ഈ ടൗണിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്, അതായത് കോട്ടയം നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ല. എന്നിട്ടും നിങ്ങളുടെ ഈ പ്രശ്നം ആരും ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? പല പ്രാവശ്യം ഇങ്ങനെ പറയും, തരാമെന്നൊക്കെ പറയും. തരാമെന്നൊക്കെ പറഞ്ഞു വെച്ചിങ്ങനെ പോവും. പിന്നെ എപ്പോഴേലും അത് അവർക്ക് ഇതിൻ്റെ ഒന്നും ശരിയാകത്തില്ല. ഞങ്ങളിപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയും ആകും, വെള്ളത്തിൻ്റെ ആകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം. അപ്പം എണ്ണത്തിൽ കുറവൊന്നുമല്ല. ഇവിടെ പണ്ട് കാലത്ത് തൊട്ടേ ഇവിടെ വെള്ളമില്ല. എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഇപ്പോൾ ഒരു 50 അല്ല, 60 വർഷം 70 വർഷം മുകളിലായി കാണും. നമ്മുടെ മാതാപിതാക്കൾ ഇതുപോലെ കഷ്ടപ്പെട്ടു അവർ പോയി കോരുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളൊക്കെ കോരുന്നത്. കുഞ്ഞു പിള്ളേർ വരെ കുടം എടുത്ത്, ചെറിയ കുടം ഇതും എടുത്തുകൊണ്ട് ഓടിപ്പോയി കോരുന്ന കാലമാണ്. പിന്നെ ഈ ആറ്റിലെ വെള്ളമെന്ന് പറഞ്ഞാൽ മുഴുവനും ഈ പായലടിഞ്ഞിട്ട് ചീഞ്ഞ് മണക്കും. അതാണ് കോരി ഞങ്ങൾ കുളിക്കുന്നത്. ഛർദ്ദിക്കാൻ വരെ വരും. പക്ഷേ രോഗം വരാത്തത് ദൈവകൃപ എന്തോ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഇവിടുത്തെ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവർ ഒറ്റസ്വരത്തിൽ പറയുന്നത്.